എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സച്ചിയെ പുറത്തിറക്കിക്കൊണ്ട് വന്ന് രേവതിയും ശ്രീകാന്തും എല്ലാരും കൂടി ചേർന്നിട്ട്, പക്ഷെ കാറ് മാത്രം കിട്ടിയില്ല. കാർ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അത് വേണേ കോടതി കേസ് കളിച്ചു മേടിച്ചോളാനാ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞും വല്ലാത്ത സങ്കടമായിപ്പോയി സച്ചിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ കാറില്ലാതെ വീട്ടിലേക്ക് പോവില്ലെന്ന് ഒരേ വാശി സച്ചി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു വനിതാ പോലീസുകാരി അങ്ങോട്ട് വരുന്നത്. രേവതി എന്നിട്ട് തങ്ങളുടെ വിഷമങ്ങളൊക്കെ പറയണേ, എങ്ങനെയും കാറ് കിട്ടിയാൽ മതിയുള്ളൂ. എല്ലാം കേട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ ഇവിടുത്തെ SI ഉണ്ടല്ലോ, അയാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കും. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കേസൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം അയാൾക്ക് പൈസ കൊടുത്തിട്ട് അവർ വണ്ടി എടുത്തോണ്ട് പോവുക ചെയ്തേ. അപ്പം അങ്ങനെ എന്തേലും നോക്ക്, പണം കൊണ്ട് കൊടുത്താൽ മതിയായിരിക്കുന്ന അല്ലെ, എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഇതിനു മുമ്പുള്ള ഒരു 1,00,000 രൂപയെ കൊടുത്ത് 1,00,000 രൂപയോ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിയുടെ ഉള്ളിൽ ആന്തലുണ്ടായി. 1,00,000 രൂപ ആയിട്ട് ഇപ്പോൾ 1 രൂപ എടുക്കാനില്ലാത്തൊരവസ്ഥ നിൽക്കുമ്പോഴാണ് 1,00,000 രൂപ. ഇത്രയും പണം ഇത് എവിടെ നിന്ന് ഉണ്ടാക്കാനായിട്ടാ? ഇത്രയും പറഞ്ഞിട്ട് അവരും കൂടെ പോയി കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും രേവതി? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ആരുടെയും ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോട് ചോദിക്കാനായിട്ടാ? സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്തേലും വഴി ഉണ്ടാക്കാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാന്ന് പറയാണ്. ഈ സമയം ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ശ്രുതി കോൾ ചെയ്തിട്ട് ശ്രുതി കുറച്ച് കാര്യങ്ങളൊക്കെ ചന്ദ്രമതിയോട് പറഞ്ഞു. അപ്പൊ ഡ്രസ്സും സ്വർണ്ണമൊക്കെ എടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, എന്തിനാ അമ്മേ, എനിക്കിനി വേറെ ഡ്രസ്സൊന്നും എടുക്കണ്ട, സാരിയൊന്നും എടുക്കണ്ട, ഞാൻ അമ്മയുടെ കല്യാണ സാരി എടുത്തോണ്ട് ഇറങ്ങിക്കോളാം. ചന്ദ്രമതി അത് കേട്ട നിന്ന നിപ്പിലൊന്ന് പൊങ്ങി. ഇത്രയും എന്തൊന്നും ശ്രുതി പറയുന്ന ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല. ചന്ദ്രമതി പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ? അതൊക്കെ പഴയ സാരിയല്ലേ, അതിന്റെ ആവശ്യമൊന്നുമല്ല. അതും കെട്ടിയിട്ട് അല്ല എൻ്റെ മോള് മണ്ഡപത്തിലിരിക്കണ്ടേ, നല്ല പുതിയ സാരി തന്നെ ഉടുത്തോണ്ട് വേണം. അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛൻ 10,25,000 രൂപയുടെ സാരി എനിക്ക് മേടിച്ചെന്നേ. പക്ഷെ അത്രയും വില കൂടിയ സാരി എൻ്റെ കല്യാണ ശേഷം ഉടുത്തിട്ടില്ല. കാരണം എൻ്റെ ഭർത്താവ് ഒരു KSRTC ഡ്രൈവർ അല്ലേ, അയാൾക്ക് അതിനുള്ള ആസ്തിയൊന്നുമില്ല. പക്ഷെ എൻ്റെ മോൾ അങ്ങനെ ആയിരിക്കരുത്. എൻ്റെ മോള് കതിർമണ്ഡപത്തിലേക്ക് കയറുമ്പോൾ നല്ല വില കൂടിയ സാരിയൊക്കെ കൊടുത്ത് വേണം കയറിയിരിക്കാനായിട്ട്. അപ്പം 2 ദിവസത്തിനുള്ളിൽ നമുക്ക് പോയി ഡ്രസ്സും സ്വർണ്ണങ്ങളൊക്കെ എടുക്കാം, താലിമാലയൊക്കെ എടുക്കണ്ടേന്ന് പറയാം. അങ്ങനെ ശ്രുതി ഫോൺ വെച്ച് കഴിയുമ്പോൾ മീര വെച്ചു, ഇത് എന്തുവായി കാണിക്കണേ? നീ ആണെങ്കിൽ നല്ല നല്ല ഡിസൈനിങ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചല്ലോ, എന്നിട്ട് നീ എന്തിനാ നിന്റെ അമ്മായിമ്മയുടെ സാരി ചോദിച്ചെന്ന് ചോദിക്കുക. അതൊക്കെ ഒരു സോപ്പിടില്ല എൻ്റെ മോളെ, നിനക്ക് ഇതൊന്നും മനസ്സിലായല്ലേ? ഞാൻ എൻ്റെ അമ്മേനെ കയ്യിലെടുത്തല്ലേ. അമ്മയെ തരില്ലെന്ന് എനിക്കറിയാം. അല്ല അമ്മ പറയാ, അതൊന്നും എടുക്കണ്ട, മോള് പുതിയ സാരി ഉടുത്ത് ഇറങ്ങിയാൽ മതിയെന്ന്. പക്ഷെ അവരുടെ മനസ്സിൽ ഇടം പിടിച്ചു പറ്റാനായിട്ട് ഇങ്ങനെയൊക്കെ ചില നമ്പറുകളൊക്കെ നമ്മൾ ഇടണം. നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ, നിന്നെ കൊണ്ട് മാത്രമേ ഇതിനൊക്കെ കഴിയുള്ളൂ. എന്തൊരു അഭിനയവാ എൻ്റെ പൊന്നോ, ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഓസ്കാർ അവാർഡ് കിട്ടുമെന്ന് പറയാം. കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ജീവിച്ചു പോകണ്ടേ മോളെ, ജീവിക്കണമെങ്കിൽ ഇച്ചിരി അഭിനയമൊക്കെ നടക്കുള്ളൂ. ശ്രുതിനെ ഫോൺ വിളിച്ചു കഴിയുമ്പോൾ ചന്ദ്രമതി ഭയങ്കര സങ്കടത്തിലായിരുന്നു. ചന്ദ്രമതി കണ്ണ് നിറഞ്ഞൊഴുകുന്ന കണ്ടപ്പം രവീന്ദ്രൻജി, എന്ത് പറ്റി നിനക്ക്? എന്താ? എന്നാലും അവള് എന്തൊരു പാവമാന്ന് നോക്കി, പൈസ മുടക്കണ്ട പോലും, വെറുതെ പൈസ ചെലവാക്കണ്ട, എന്റെ സാരി അവൾക്ക് കൊടുത്താൽ മതിയെന്ന് കല്യാണത്തിന് ഉടുക്കാനായിട്ട്. അത് ഉടുത്ത് അവള് കതിർമണ്ഡപത്തിൽ ഇരുന്നോളാന്ന്. എന്റെ മരുമോൾ എത്ര പാവമാന്ന് നോക്കി, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പെൺപിള്ളേരെ കണി കാണാൻ കിട്ടുമോ? രവീന്ദ്രൻ പറഞ്ഞു, അതെ, അത്രയും കൂടെ തലേ കയറ്റി വെക്കണ്ട, യഥാർത്ഥ സ്വഭാവം എന്താന്ന് അറിയത്തില്ല, അത് നിങ്ങൾ അങ്ങനെ പറയുള്ളൂ. നിങ്ങൾക്ക് ആ മറ്റവളല്ലേ ഇഷ്ടം, രേവതീനെ. അവളെ കുറിച്ച് പറയാനാണെങ്കിൽ 100 നാക്കാം. ഇപ്പൊ ഇവളെ ശ്രുതിയെ കുറിച്ച് പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അല്ലേന്ന് ചോദിക്കുക. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഇത്രയും കൂടുതലായിട്ട് ഇങ്ങനെ വിധേയത്വം കാണിക്കുന്നവരൊക്കെ അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. ഇനി നിങ്ങൾ അത് പറഞ്ഞു. എന്നാലും അവളെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. ഞാൻ കണ്ടുപിടിച്ച മരുമോളെ എത്ര നല്ല, ഇത്രയും കല്യാണമൊക്കെ ശ്രുതിക്ക് മുടങ്ങിപ്പോയാൽ നന്നായി. അതുകൊണ്ടല്ലേ ഇത്ര നല്ലൊരു മരുമോളെ എനിക്ക് കിട്ടാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവള് മരുമോളല്ല, എന്റെ മകളായിട്ടായി വീട്ടിലേക്ക് വരാൻ പോകുന്നത്. രവീന്ദ്രൻ പറഞ്ഞു, ഒരാളും കൂടെ ഉണ്ട് ഇതിനു മുമ്പ് വന്ന്, നീ ഇന്ന് വരെ അവളെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഓ, അവളോ? അവളെ ഞാൻ അങ്ങനെ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല. അവളുടെ സ്വഭാവം വെച്ച് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് കൂടെ വരുന്നതിനെ കൊണ്ട് പറയിക്കണ്ടെന്ന് പറയാം. ബാ, ഫുഡ് എടുത്തു തരാന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ വിളിക്കുവാണ്. ഈ സമയത്ത് സച്ചിയുടെ കയ്യേലും പിടിച്ചോണ്ട് ശ്രീകാന്തും രേവതിയും കൂടെ കയറി വരുന്നു. ഈ കാഴ്ച കൊണ്ടും രവീന്ദ്രൻ ഓടിപ്പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ, എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല, ഒന്നുമില്ല അച്ഛാ, പേടിക്കാനൊന്നുമില്ല. പിന്നെ എന്താ, എന്ത് പറ്റി? ഇവൻ എന്തായാലും ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടായേ? ഒന്നുമില്ല. നിങ്ങൾ എപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ? അമ്മയൊന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുക. പിന്നീട് ശ്രീകാന്ത് പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ പറയാം. പോലീസ് സ്റ്റേഷൻ കയറി അവിടുന്ന് പോലീസുകാർ അടിച്ചാന്ന് പറയാം. ചന്ദ്രമതി കയ്യിൽ പത്രം നല്ലതാണല്ലോ, അതുകൊണ്ട് പോലീസുകാർ എടുത്തിട്ട് ചാമ്പിയതായിരിക്കും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നാക്ക് നല്ലതായിരിക്കണം. എന്റെ അടുത്ത് ഗുസ്തി പിടിക്കുന്ന പോലെ പോലീസുകാരുടെ അടുത്ത് നിന്ന് ഗുസ്തി പിടിച്ചിട്ടുണ്ടെങ്കിലേ അവന്മാര് നല്ല കീറ് വെച്ചുതരും. ഇപ്പൊ സമാധാനമല്ലെന്ന് പറയാം. രവീന്ദ്രൻ ദേഷ്യം ചന്ദ്രനിൽ നിന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ, എന്റെ വായിന്ന് വല്ലതും കേൾക്കും.
എടാ നിന്റെ സ്വന്തം മകനല്ലേ നീ പ്രസവിച്ച മകനല്ലേ, ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിയുമ്പോൾ നീ സന്തോഷിക്കുകയാണ് ചെയ്യണ്ടേ. നാണമില്ലാത്തവരെന്നും പറഞ്ഞ് രവീന്ദ്രൻ ചീത്ത പറയാം. സച്ചിനെ പെട്ടെന്ന് അവിടെ പിടിച്ചിരുത്തി കഴിഞ്ഞിട്ട് രവീന്ദ്രൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ശ്രീകാന്ത് ആദ്യം മുതലുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. വണ്ടിയിൽ ചരക്ക് വെച്ചും പിന്നീട് പോലീസ് പിടിച്ചും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയതും രേവതി ഒന്നും എല്ലാ കാര്യങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ എന്നാലും അവന്മാരെന്ത് ദുഷ്ടന്മാരാന്ന് നോക്കിയേ, എന്റെ മോനെ ഈ പരുവാക്കി വിട്ടത് ഇവിടെ ചിഞ്ച പരുവാക്കിയില്ലേ. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെങ്ങനെ ഇടിക്കാതിരിക്കും, എസ് ആയിട്ട് നേരെ കൈ നോക്കിയാൽ പിന്നെ അയാൾ ഇടിക്കില്ലേന്ന് ചോദിക്കുകയാണ്. അങ്ങനത്തെ പരിപാടിയല്ലേ കാണിച്ചു വെച്ചേക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് എന്റെ മോനെ ആളറിയാതെ ചെയ്തല്ലേ, അല്ലാതെ വേറൊന്നുമല്ല, അതിനിങ്ങനെയാണ് കാണിക്കുന്നത്, അല്ലാതെ ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, നിങ്ങളുടെ മോന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മനുഷ്യനെ കടിച്ചു തരാൻ ചെല്ലുവല്ലേ, അവൻ അതിനുള്ള കൂലിയാ കിട്ടിയിരിക്കുന്നത്, അതിന് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയാം. പക്ഷെ എങ്കിൽ അതൊന്നും അല്ല അച്ഛാ പ്രശ്നം എന്ന് പറയാം. പിന്നെന്താണ് മോനെ, കാറ്, ആ കാറ് ഇതിലായിട്ടും കിട്ടിയിട്ടില്ലെന്ന് പറയാണ്. കാറോ, അതെന്ത് പറ്റി? അതോ, അത് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. എന്താ കാര്യം, എന്താണെങ്കിലും പറ. ആ കാറ് കിട്ടണമെങ്കിൽ പണം കൊടുക്കേണ്ട വരുമെന്ന് പറയണം. പണം കൊടുക്കാനോ, അതെന്താ? അല്ല സച്ചിനെ വിട്ടു കഴിഞ്ഞിട്ടോ? അതൊക്കെ അങ്ങനെ അച്ഛാ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, അവര് പൈസക്ക് വേണ്ടിയിട്ടാ. ഇപ്പം പൈസ കൊടുക്കാതെ കാർ എടുത്തോണ്ട് നമുക്ക് പോരാൻ പറ്റില്ലെന്ന് പറയാണ്. പിന്നെ എന്ത് ചെയ്യും? എത്ര രൂപ വേണ്ടി? 1,00,000 രൂപ. 1,00,000 രൂപ, അതിനിപ്പോ എവിടെ പോകും? പെട്ടെന്ന് സച്ചി പറഞ്ഞു, സാരില്ല അച്ഛാ, എന്റെ ബൈക്കിന്റെ RC ബുക്ക് പണയം വെച്ചൊരു 10-40 രൂപ കിട്ടും, അത് വെച്ചിട്ടാണ് ഞാൻ എടുത്തോളാം, ബാക്കി പൈസ എങ്ങനെ ഉണ്ടാക്കാം, എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നോക്കാന്ന് പറയാം. ശ്രീകാന്ത് പറഞ്ഞു, അല്ലാതെ വേറൊരു മാർഗമില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ അച്ഛാ? പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, അല്ല ചന്ദ്രമതി, നിന്റെ കയ്യിൽ ആ പൈസ ഇരിപ്പില്ല, അമ്മ തന്ന പൈസ, അതുകൂട്ട് 1,00,000 രൂപ അങ്ങ് എടുത്തു കൊടുക്കാൻ പറയണം. ചന്ദ്രമതി ആകെപ്പാടെ ഇടിവെട്ടിയായിട്ട് അവസ്ഥയിലായിപ്പോയി. ചന്ദ്രമതി, ആ പൈസയോ, അതൊന്നും ഞാൻ കൊടുക്കില്ലെന്ന് പറയണം. ദേ മര്യാദയ്ക്ക് കൊടുത്തോളാൻ പറയണം. പിന്നെ അതെ, സുധയുടെ കല്യാണാവശ്യത്തിന് തന്നേക്കുന്ന പൈസയാ, അതിൽ നിന്ന് 1 പൈസ പോലും ഞാൻ കൊടുക്കില്ലെന്ന് പറയാം. ശ്രീകാന്ത് പറഞ്ഞു, അമ്മ എന്ത് വർത്താനമ്മ പറയണേ, ഈ സമയത്ത് കാറ് പുറത്തിറക്കേണ്ട ഏട്ടന്റെ ആവശ്യമല്ല, നമ്മുടെ എല്ലാവരുടെ ആവശ്യമല്ലേ, ആ കാർ ഓടിച്ച് കിട്ടുന്ന പൈസ കൊണ്ടല്ലേ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. സച്ചി പറഞ്ഞു, കാറ് പുറത്തിറക്കിയില്ലെങ്കിൽ ഒരു കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയില്ല, CC അടയ്ക്കണം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യണമെങ്കിലും കാറ് പുറത്തിറക്കിയേ പറ്റുള്ളൂ, കാർ അകത്ത് കിടന്നിട്ട് കാര്യമില്ല, ഇനിയിപ്പം കോടതിയിലൊക്കെ പോയാൽ വലിയ പ്രശ്നമാവെന്ന് പറയാം. ശ്രുതി പറഞ്ഞു, അല്ല ഇപ്പോഴെന്തിനാ അങ്ങനെ പൈസ കൊടുത്ത് കാർ എടുക്കണ്ടേ, 1,00,000 രൂപ കൊടുത്ത് കാർ എടുക്കേണ്ട ആവശ്യമില്ല, കോടതി ചെന്നാൽ അത്രയും പൈസയൊന്നും കൊടുക്കേണ്ടി വരില്ല, കുറച്ച് പൈസ കൊടുത്താൽ മതി. പെട്ടെന്ന് സച്ചി പറഞ്ഞു, എടാ നിനക്ക് വല്ലതും അറിയാവോ അതിന്? അങ്ങനെ കോടതി പോയി പൈസ കേട്ട് എടുക്കണമെങ്കിൽ ചിലപ്പം കേസൊക്കെ വന്നു കഴിയുമ്പോൾ 1 മാസം 1.5 മാസം ഒക്കെയാ, അത്രയും കാലം കാറില്ലാതെ CC ഒക്കെ എങ്ങനെ അടയ്ക്കും, ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കുമെന്ന് ഓർത്തായിരിക്കണേ. ശ്രീകാന്ത് പറഞ്ഞു, ശരിയാ ഏട്ടൻ പറഞ്ഞത്. പെട്ടെന്ന് ശ്രുതിയൊന്നും മിണ്ടിയില്ല. ചന്ദ്രമതി പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ പണം തരാൻ പോകുന്നില്ലെന്ന് പറയാണ്. രേവതി, അങ്ങനെ പറയല്ലമ്മേ, ഈ അവസ്ഥയിൽ ഇപ്പം അദ്ദേഹത്തെ രക്ഷിക്കണം നമ്മുടെ ബാധ്യല്ലേന്ന്, കടമയല്ലേന്ന് പറയണം. പിന്നെ അത്രയ്ക്കാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, നിന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ പറയണം. ഇത് കേട്ടപ്പം ശ്രുതിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ശ്രുതി പറഞ്ഞു, അങ്ങനെ ശ്രുതിയല്ല സോറി, ദേവ് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ എമ്പണ്ടേ കൊടുത്ത് ഞാൻ രക്ഷിച്ചാനും, പക്ഷെ എന്റെ അമ്മയുടെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടല്ലേ. ഓ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അങ്ങ് കൊടുത്താനാ, അങ്ങോട്ട് മല മറിച്ചാനെന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോ ദേവിന് നല്ല ദേഷ്യം വന്നു. അല്ലെങ്കിൽ തന്നെ ചന്ദ്രമതിയെ കാണുന്ന തന്നെ ദേവിന് ഇഷ്ടമില്ല. രവീന്ദ്രൻ പറഞ്ഞു, ഇനി കൂടുതൽ ആരും ഒന്നും പറയാനില്ലെന്ന് പറയണം. സച്ചി പറഞ്ഞു, ഇതിന്റെ പേരിൽ ഇനി വഴക്ക് വേണ്ട, ഞാൻ പോയി വണ്ടിയുടെ RC ബുക്ക് എടുത്തോണ്ട് അത് പണയം വെച്ചിട്ടാളും പൈസ കൊടുക്കാന്ന് പറയാം. പെട്ടെന്ന് രവീന്ദ്രൻ കൂടി ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റ് ചന്ദ്രനോദി മുന്നിലേക്ക് എന്നിട്ട് പറഞ്ഞു, നീ ആ പൈസ എടുത്തോണ്ട് കൊടുക്കാൻ പറയണ. അതെ, നിന്റെ വീട്ടിൽ നിന്നേ നിന്റെ അച്ഛനുണ്ടാക്കിയ പണമൊന്നുമല്ല, ഇതെന്റെ അമ്മ തന്നുവിട്ട പണമാ, ആ പണം എല്ലാ മക്കൾക്കും ഒരേപോലെ അവകാശപ്പെട്ട, മര്യാദയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കണീന്ന് പറയണ. ഇത് കേട്ടും ചന്ദ്രമതി ഇങ്ങനെ കലിപ്പോടെ നിൽക്കുവാണിങ്ങനെ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. ഇപ്പൊ അടിക്കുന്ന മട്ടില്ല രവീന്ദ്രൻ നിൽക്കുന്നേ. അത് കണ്ടപ്പം ശ്രുതിക്ക് തോന്നി, മിക്കവാറും ഇങ്ങനെ പോയിട്ടുണ്ട് അച്ഛൻ അമ്മയുടെ കർണം അടിച്ച് പൊട്ടിക്കുന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ശ്രുതി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ കാറൊക്കെ പുറത്തിറക്കുന്നുണ്ട്. അപ്പൊ ആ നല്ല വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. കാറ് പുറത്തിറക്കിയാലും പക്ഷെ പല പല പ്രശ്നങ്ങളും അതിന്റെ പുറകെ പല ദുരന്തങ്ങളും സച്ചിയെ തേടി എത്തുന്നുണ്ട്. പക്ഷെ ഇതോടുകൂടി രേവതി സച്ചി ഒന്നാവുകയാണ്, അവരുടെ മനസ്സ് ഒന്നാവുകയാണ്. അപ്പൊ അതിന്റെ നല്ല വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും രേവതി എത്ര നല്ലവളാണ്, അതുപോലെ തന്നെ സച്ചി എത്ര നല്ലവനാന്നുള്ള സത്യങ്ങളൊക്കെ രണ്ടുപേരും തിരിച്ചറിയുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.